നല്ല സിനിമയാണെങ്കിൽ പ്രേക്ഷകർ അത് എഴുതി നീട്ടി സ്വീകരിക്കും. പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളിൽ വെച്ചാൽ കൂടുതലും അങ്ങനെ കൊള്ളത്തില്ല എന്ന് റിവ്യൂ വന്നാൽ പോലും പലപ്പോഴും നല്ല സിനിമകളാണ് പ്രേക്ഷകർ അത് കണ്ട് തിയേറ്ററിൽ ഓടും. വിവേകാനന്ദന്റെ അവസ്ഥയിൽ ഇപ്പം അത്ര ഒരു പുഷ് കിട്ടുന്നില്ല. അപ്പം ഈ പറഞ്ഞ റിവ്യൂവിന്റെ കേസ് വന്നാലും ശരി, ഇങ്ങനെ പരാതി നല്ലൊരു സിനിമയാണ് പ്രേക്ഷകർ അത് സ്വീകരിക്കുമല്ലോ. അല്ല, ഞാനത് ആദ്യം പറഞ്ഞത്. കാരണം നല്ല സിനിമ എന്ന് പറയുന്നത് എപ്പോഴായാലും പ്രേക്ഷകർ സ്വീകരിക്കും. ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ പ്രേക്ഷകർ പോയി തിയേറ്ററിൽ ഒന്ന് കാണണമെന്ന് പറയാൻ പറ്റില്ല. അത് സൂപ്പർ സ്റ്റാറിന്റെ സിനിമയുണ്ട്. ഇനിയും ഇപ്പം എല്ലാ തിയേറ്ററും പടം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും സമയമുണ്ടല്ലോ. സ്ത്രീകൾക്ക് ഒറ്റയടിക്ക് ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു നെഗറ്റീവ് റിവ്യൂ ഒക്കെ വരുമ്പോൾ ആദ്യം ഒന്ന് ആശങ്കയുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അതിനെ മറികടക്കുന്നത് എങ്ങനെയാണ്? അവരുടെ സുഹൃത്തുക്കളോ അവർക്ക് വേണ്ടപ്പെട്ടവർ ഈ സിനിമ കണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ സിനിമ കണ്ടിട്ട് അവർ പറയും ഇത് മറ്റുള്ളവർ പറയുന്നത് നോക്കണ്ട, ആണുങ്ങൾ പറയുന്നതാണ്, ആണുങ്ങൾ കുറ്റം പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല, ഇത് നമ്മൾ കാണേണ്ട സിനിമയാണെന്ന് പല സ്ത്രീകളും പറഞ്ഞ് അവർ വന്ന് തിയേറ്ററിൽ കാണും. അതിനുള്ള സാവകാശം അവർക്ക് കൊടുക്കണം. മുൻകാലങ്ങളിലൊക്കെ സിനിമ അങ്ങനെയുണ്ട്, നിങ്ങൾക്കറിയാലോ. ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പുള്ള കാലത്ത് ആദ്യമൊക്കെ ഒരാഴ്ച ഒരു മനുഷ്യനുണ്ടാവില്ല ചില പടങ്ങൾക്ക്. എൻ്റെയൊക്കെ തന്നെ പല സിനിമകൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആളില്ലാതെ ഈ സിനിമ പോയി ആയിരിക്കും ചിലപ്പോൾ പിന്നെ വലിയ കളക്ഷനിലേക്ക് വലിയ ഹിറ്റായി മാറിയ കുറേ സിനിമകൾ ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ ചിലപ്പോൾ ഈ പറഞ്ഞ സോക്കോൾഡ്. പിന്നെ നമ്മൾ ആരെ ടാർഗറ്റ് ചെയ്യുന്നു, ഏത് പ്രേക്ഷകനെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നിങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്നെ ഉദ്ദേശമുള്ളൊരു സിനിമയല്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നൊരു സിനിമയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളതിനെ ചിലപ്പോൾ റിജക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. പക്ഷേ ഇത് വേറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അപ്പം നമ്മളെ സംബന്ധിച്ചോളം അതാണ് നമ്മൾ നോക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഫസ്റ്റ് ഡേ ഓഡിയൻസിനെ അല്ല എന്നുള്ളതാണ് ഈ സിനിമ ഇപ്പോൾ തെളിയിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാവുന്നതാണല്ലോ, അവർക്കൊക്കെ പല രീതിയിൽ ഈ സോഷ്യൽ മീഡിയ അറ്റാക്ക് വരുമെന്ന് പേടിച്ചിട്ടായിരിക്കും അവർ പരസ്യമായിട്ട് പലരും രംഗത്ത് വരാത്തത്. അല്ലാതെ ചില ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ ട്രാൻസ് വുമണൊക്കെ ഒരുപാട് പേര് അവരുടെ സംഘടനയൊക്കെ ഞങ്ങളൊക്കെ വിളിച്ചിട്ട് അവർ പരസ്യമായിട്ട് പിന്തുണയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഈ സിനിമയിൽ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ മൈ ബോഡി മൈ പ്രൈഡ് എന്നാണ്. എൻ്റെ ശരീരം എൻ്റെ അവകാശം. അതിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകളെ പോലെ തന്നെ ഈ ട്രാൻസ് വുമൺ ഒരുപാട് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ കമ്മ്യൂണിറ്റി വല്ലാതെ അതിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവരൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്. പരസ്യമായിട്ട് ചിലപ്പോൾ അവർ ഈ സിനിമ എൻ്റേതാണെന്ന് പറഞ്ഞിട്ട് വരാനായിട്ട് ഇപ്പോഴത്തെ കാലത്ത് മടിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ അതുകൊണ്ട് പിന്തുണയില്ല നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിപ്പം ഒരു പുരുഷനെ കേന്ദ്രീകരിച്ച്, പുരുഷന്റെ വൈകൃതങ്ങളെ കേന്ദ്രീകരിച്ചൊരു സിനിമയാണ്. അത് നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരു സ്ത്രീയുടെ വൈകൃതങ്ങൾ, അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. അപ്പൊ അവരെ ബേസ് ചെയ്തൊരു സിനിമയാണ് സാർ എടുത്തതെങ്കിൽ, അതുപോലെ തന്നെ അതിനെതിരായിട്ട് സ്ത്രീകൾ രംഗത്തിറങ്ങുകയാണെങ്കിൽ സാറിന് ഒരു ദിവസമെങ്കിലും ഈ സിനിമ ഓടിക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനത്തെ ഒരു സിനിമ ഞാൻ എടുക്കില്ല. ആദ്യം അത് പറയാം. കാരണം സ്ത്രീകൾക്കെതിരായിട്ടൊരു സിനിമ ഞാൻ എടുക്കില്ല. കാരണം അത് എൻ്റെ പോളിസിയാണ്, എൻ്റെ ഒരു നിലപാടാണ്. കാരണം ഇത്രയും കാലം സിനിമ ചെയ്തിട്ട് ഒരു സ്ത്രീകളെ മോശമാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടൊരു സിനിമ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല. ഏത് പുരുഷൻ ഇനി ഞങ്ങളുടെ എനിക്ക് എതിർപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ല. അതെൻ്റെ നിലപാടാണ്. അല്ല, കഥയിലും എനിക്ക് പറ്റാത്ത, എനിക്ക് എൻ്റെ നിലപാടുകൾക്ക് യോജിക്കാത്ത കഥ ഞാൻ ചെയ്യില്ലല്ലോ, ഒരിക്കലും ചെയ്യില്ല. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.